നമ്മൾ ഈ മദ്രസകളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഈ 2019 ഈ KT ജലീൽ നിയമസഭയിൽ അവതരിപ്പിച്ച മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡില്ലേ, അതിനെപ്പറ്റി എത്രമാത്രം ആനുകൂല്യമാണ് ഇവർക്ക് നൽകുന്നതെന്നറിയാമോ? ധാരാളം ആനുകൂല്യം നൽകും. അത് തന്നെ പറയുന്നത്, ശമ്പളം ഇല്ല, പെൻഷനില്ല, അവർ അംശദായം അടയ്ക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ ക്ഷേമനിധി ബോർഡ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അംശദായമായിട്ട് കൊടുക്കുന്നത് വെറും 50 രൂപ, ചെറിയ തുകയാണ്. 50 രൂപ അടച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ കിട്ടും. അതെ, ലക്ഷക്കണക്കിന് വെച്ചാൽ വളരെ നിയമസഭയിൽ അദ്ദേഹം തന്നെ പറഞ്ഞ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ വിവാഹ ധനസഹായം ഈ മദ്രസ അധ്യാപകനോ അദ്ദേഹത്തിന് 2 പെൺമക്കളോ കല്യാണം കഴിക്കുകയാണെങ്കിൽ 10,000 രൂപ കൊടുക്കും. പിന്നെ കുട്ടികൾ കോളേജിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ സ്കോളർഷിപ്പായിട്ട് 2,000 രൂപ കൊടുക്കും. പലിശരഹിത വായ്പയായിട്ട് 2.5 ലക്ഷം രൂപ കൊടുക്കും. തിരിച്ചടവ് 84 EMI ആയിട്ട് അടച്ചാൽ മതി. ചികിത്സാ ധനസഹായം 5,000 തൊട്ട് 25,000 രൂപ കൊടുക്കും. ഇങ്ങനെ ധാരാളം ആനുകൂല്യങ്ങൾ ഈ ക്ഷേമനിധി ബോർഡിൻ്റെ ആനുകൂല്യത്തിൽ പറ്റുന്നുണ്ട്.